എടി ചാരു ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്, എനിക്ക് സമയമായി, കുറെ നേരായി. ചാരു ഇടി ഇറങ്ങടി. നീ എന്തിനാ നീ കിടന്ന് കൂവുന്നേ? ബാത്റൂമിൽ മനുഷ്യന് കുറച്ച് സമാധാനം കിട്ടില്ലേ? അപ്പൊ നിനക്ക് ബാത്റൂമിലാണോ സമാധാനം കിട്ടുന്നത്? ബാത്റൂമിലാണ് ഏറ്റവും കൂടുതൽ സമാധാനവും പ്രൈവസിയും കിട്ടുന്ന സ്ഥലം. അത് എനിക്ക് ഇതുവരെയായിട്ട് അറിയില്ല. അത് മാത്രമല്ല, അവിടെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് കുറെ ഐഡിയാസ് ജനറേറ്റ് ആവും. എന്ത് ഐഡിയ ആണോ ഇന്ന് കിട്ടിയത് ചേച്ചിക്ക്? എനിക്ക് സിനിമയ്ക്കുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സിനിമയ്ക്കുള്ളത് കൊള്ളാം. കേൾക്കണോ? പറ. സീൻ 1. നാസയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരു ഇന്ത്യൻ ഫാമിലി. വാ, തുടക്കം തന്നെ പൊളിച്ചില്ലേ? എനിക്കറിയായിരുന്നു. അങ്ങനെ ഇവർ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ബഹിരാകാശത്തേക്ക് പോയി അവിടെ എത്തുന്ന സമയത്ത് വേറൊരു സ്പേസ് ഷിപ്പിൽ അവിടെ ഓൾറെഡി വന്നിട്ടുള്ള ഒരു ചൈനീസ് കുടുംബം. ഈ നമ്മുടെ ചൈനീസ് കുടുംബത്തിലെ പെൺകുട്ടിയും നമ്മുടെ ഇന്ത്യൻ കുടുംബത്തിലെ ആൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാവും. പക്ഷെ ഇവരുടെ വീട്ടുകാരത് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ചന്ദ്രനിൽ ചാടി ജീവിക്കാൻ തുടങ്ങും. ചന്ദ്രനില് ഓക്സിജനും വെള്ളമൊന്നും ഇല്ല, പിന്നെ എങ്ങനെയാണ്? അതല്ലേ ട്വിസ്റ്റ്. ട്വിസ്റ്റ് പറ. നീ ഇങ്ങനെ നിക്ക്, വെയിറ്റ് ചെയ്ത് രസമായിട്ട് കേൾക്കണ്ടേ? നമ്മുടെ നായകനെ ചന്ദ്രനിൽ ഒരു കിണറ് കുത്തും. ജസ്റ്റ് എ ട്രൈ. പക്ഷെ സക്സസ് ആവൂടാ. അങ്ങനെ ലോകം മൊത്തം ഇവരങ്ങ് അംഗീകരിക്കും. അതാണ് ഇതിന്റെ ദ എൻഡ്. എങ്ങനെയുണ്ട്? എന്താടേ നീ വല്ല വലിക്ക കുടിക്കുമല്ലോ ചെയ്താ? ഒന്ന് പോടോ. തനിക്ക് തലയിൽ അത്രയും നോളജ് ഇല്ലാത്തോണ്ടോ തനിക്ക് മനസ്സിലാവത്തത്? ഇതുപോലത്തെ ഊള കഥകൾ പറഞ്ഞോണ്ട് ചോദിച്ചതാ. ഇതൊക്കെ അങ്ങ് ഇന്റർനാഷണലി അപ്രൂവ് ആകുന്ന കഥയാണ്. അല്ലാണ്ട് നിനക്കിതൊന്നും മനസ്സിലാവത്തില്ല. എനിക്കെന്നല്ല, ആർക്കും മനസ്സിലാവത്തില്ല. ഇതൊക്കെ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ എഴുതുന്ന കഥയാണ്. നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ഇല്ലേ, പുള്ളിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കഥയാണ്. ഞാനിത് പുള്ളിയെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും, പിന്നെ എടുക്കുകയും ചെയ്യും. എന്നാ പിന്നെ നോളന്റെ അവസാനത്തെ സിനിമ ആയിരിക്കും. ചുമ്മാ ഇങ്ങനെ ഒന്ന് ഡാർക്ക് വരാണ്ട് കയറി പോന്നു. ഞാൻ പോണ്. അതല്ല, ഇതിലൊക്കെ എന്ത് ലോജിക്കാ ഉള്ളത്? ചന്ദ്രനിൽ കിണർ കുഴിക്കും പോലും. കഷ്ടം. അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള ലോക്കൽസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വേറെയാണ്. ഞാൻ അവർക്ക് കൊടുത്തോളാം. എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണേ. കഥ കൊള്ളാം. ഇത് കളറാക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഞാൻ? ഇതിനകത്ത് ഹൊററും ഉണ്ടല്ലേ? എവിടെ കൊണ്ട് കയറ്റി ഹൊറർ? നായകൻ കിണർ കുഴിക്കാൻ നേരത്തെ അതിൽ നിന്നൊരു ഭൂതം വരട്ടെ. യു ആർ സോ ബ്രില്യൻറ്റ്. യെസ്, എഴുതു.